നോക്കാല്ലേ? എനിക്ക് കോളുണ്ട്. സാറേ എടുത്തോണ്ട് വാ. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി നിങ്ങളല്ല, വേറൊരു തൊരപ്പൻ്റെ. നീ വിട്ടു, ഇത് എനിക്കുള്ള പണി. സർക്കാർ സംവിധാനങ്ങൾ, വനം മന്ത്രി, അദ്ദേഹത്തിന്റെ വകുപ്പ് തൊട്ടിങ്ങോട്ട് ജില്ലാ ഭരണകൂടം വരെ അട്ടർ പരാജയമാണ്. ആരംഭത്തിൽ അപമാനം തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. നാട്ടിലൊരു മന്ത്രിയില്ലേ, കേന്ദ്രത്തിനെതിരെ പ്രമേയം പ്രമേയം എന്ന് മന്ത്രം പോലെ പറയുന്നതല്ലാതെ പറ്റില്ല. എന്തർത്ഥത്തിലാ ഇവന്റെ വക്കാലത്ത് പിടിച്ച് പറയുന്നത്? അതെ, എനിക്കറിയണം. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ശാശ്വത പരിഹാര ക്രിയകളുടെ കണക്കെടുത്താൽ ഉത്തരം അനാസ്ഥയുടെ ആനമൊട്ട. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങള് വീരശൂര പരാക്രമി തന്നെ. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. ഒക്കെ കള്ളന്മാരാ. പാർട്ടി പരിപാടികൾക്കടക്കം പലയാവർത്തി അവിടെ പോകുന്നതുമാണ്. എന്നിട്ടും അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഒരു നരഭോജിക്കടുവ മുക്കാലും തിന്നുകുന്നു കളഞ്ഞൊരു ചെറുപ്പക്കാരൻ ക്ഷീരകർഷകന്റെ വീട്ടിൽ മാസം 2 ആകുമ്പോഴും ഒന്ന് പോകാൻ മനസാക്ഷിയില്ലെങ്കിൽ മനുഷ്യനാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട, ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആ ബുദ്ധി. അതെങ്ങനെ ഇലക്ഷൻ വരുമ്പോ നമ്മളെ വേണം, അത് കഴിഞ്ഞാൽ ഒരുത്തന് നമ്മളെ തിരിഞ്ഞു. പ്രാണഭയത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വെറുതെയെങ്കിലും ഒന്ന് പറയാനുള്ള സമയമില്ലെങ്കിൽ വനം മന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം. എന്നിട്ട് താരം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. അപ്പൊ നമുക്ക് നോക്കാല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റിട്ടോ. ഇന്ന് ടിവിയിൽ വാർത്ത വരുമ്പോ ഒന്നും അറിയാത്തവരെ പോലെ നമ്മളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതല്ലേ അതിന്റെ പത്രാസ്. നീ വന്നേ, ഇന്നിവിടെ നാശകോശമാവും. അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു. ഞാൻ പറയാൻ പോകുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കും. എന്നാൽ സ്ഥാനാർത്ഥികൾ ആകാതെ പോവുകയും ചെയ്ത ആൾക്കാർ നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇന്ത്യൻ പാർലമെന്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരുന്ന, പാർലമെന്റിന് ഒരു അലങ്കാരമായി തീരേണ്ടിയിരുന്ന ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, സീരിയസ് ആയിട്ടാ. കൊല്ലത്ത് കൂടുതൽ പുള്ളിംഗ് പവറുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ അതിന് ചിന്താ ചൊറോമിനോളം പറ്റിയ വേറൊരാൾ ഉണ്ടായിരുന്നില്ല. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ആളാണെങ്കിൽ ഇംഗ്ലീഷ് MA മാത്രമല്ല, ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കൂടിയുള്ള നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. ചിന്തേച്ചി ആയിരുന്നെങ്കിൽ പൊളിച്ചേന് എന്നാണ് ചെറുപ്പക്കാർ പറയുന്നത്. അതുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടിരുന്ന ഒരാളാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് PM ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങി വാടാ ഊച്ചാളി എന്ന് വിളിച്ച പോലെ എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു മുദ്രാവാക്യം വിളിക്കാനാണ് ആർഷോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതൊരു ഇടതുപക്ഷക്കാർ, ഏതൊരു പുരോഗമന ചിന്താധികാരനും ആഗ്രഹിക്കും. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് പറഞ്ഞേക്കുക? അപ്പൊ ആർഷോയുടെ അഭാവവും ഇന്ത്യൻ പാർലമെന്റ് ഒരു വലിയ പോരായ്മയിൽ തീരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്തുട്ട ഇവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? all these പച്ചക്കള്ളം to the public. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാനിവിടെ വെറുതെ കള്ളം പറയാനല്ല വന്ന് നിൽക്കുന്നത്. ഹ്യൂമൻ ഡേറ്റാബേസ് സെയിൽ നടന്നിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടുമില്ല. വീണ വിജയൻ സ്പ്രിംഗ്ലറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? കൊള്ളാം. നുണയാണ് നുണ, കള്ളത്തരം പറയരുത്. She is the one behind it. ശിവശങ്കർ സർ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ്. നീയൊക്കെ കൂടി എന്റെ അന്നം മുട്ടിക്കുവാണോ? ശിവശങ്കർ സാറിനെ സ്കേപ്പ് ഗോട്ട് ആക്കുകയാണ്. ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവാം, പോലീസ് പിടിച്ചാൽ അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പേ അവരുടെയൊക്കെ മുമ്പേ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പേ എറിഞ്ഞു കൊടുക്കുകയാണ്. CM-ന്റെ മകൾ കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇത് എന്നോട് തുറന്ന് വേദനയോടെ പറഞ്ഞതാണ് ശിവശങ്കർ സർ. എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്, 10 വരെ പഠിച്ചില്ല, അവിടെ പഠിച്ചില്ല, ഇവിടെ പഠിച്ചില്ല. ഹൗ ക്യാൻ ദേ ഗിവ് മീ എ ജോബ്? ഹു ഗേവ് മീ ദ ജോബ്? ഹു വാസ് റെസ്പോൺസിബിൾ?
കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. PWC വീണ വിജയന്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയൂ. എക്സാലോജിക്കിന്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. സത്യം പറയുള്ളൂ. ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിൽ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. ഇംഗ്ലീഷ് നേരെ വായിച്ച് മനസ്സിലാക്കുക. എന്റെ മോളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അതോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട. അവർക്ക് ഈശ്വരനുണ്ടാവുന്നു. അപ്പൊ നമുക്ക് നോക്കാല്ലേ? നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാണ്. നല്ല കാച്ചിങ് ടൈറ്റ് നന്നായിരിക്കും. അമ്മൂമ്മയുടെ പാട്ട് പറ്റി. അപ്പൊ സംഗതി വെറൈറ്റി ആണല്ലോ. കുഴപ്പമുണ്ടോ? കെ സുരേന്ദ്രന്റെ പദയാത്രാ ഗാനവും പാളി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പൊന്നാനിയിലെ പദയാത്രാ ഗാനത്തിലാണ് ഗുരുതര പാളിച്ച. ഒരടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനത് എടുത്തത് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. കൊണ്ടുപോകണം. ക്ലാസ്സൊക്കെ ഗംഭീര, പക്ഷെ പണി പാളിപ്പോയി, സെൽഫ് ഗോൾ ആയിപ്പോയി. അരിവർഷം നിർത്തിയപ്പോ പിണ്ണാക്ക എഴുതിയിട്ടാ പക്ഷെ നാട്ടുകാരെ ആകെ ജനിപ്പിക്കുന്ന വിധത്തിലാണ് BJPയിലെ ഓരോ അമളികളും. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. നിർത്ത്. ആക്ഷനും അർത്ഥവും ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണം. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നും. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് വിവാദം കൊഴുത്തതോടെ BJP കേരളം പേജിൽ നിന്ന് ഇത് ഒഴിവാക്കി. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ദൈവത്തിന്റെ ഒരേ കളികളെ. എവിടെ നിന്ന് കിട്ടിയോ സാധനത്തിന്? അല്ല സാർ, എനിക്കൊരു കാര്യം പറയാം. ശബ്ദമിശ്രണത്തിൽ വന്ന പിഴവെന്നാണ് IT സെൽ ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം. കണ്ടു. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.